എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്ടി നെയ്ച്ചോറാണ്. നമ്മൾ ചട്ടിച്ചോറൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ചട്ടി നെയ്ച്ചോറായിട്ട് ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരുപാട് റെസ്റ്റോറൻറ്റുകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചട്ടിച്ചോറൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ചട്ടി നെയ്ച്ചോറും ആ ഒരു ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നമ്മൾ സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന ഒരു കറികളൊക്കെ തന്നെയാണ് കേട്ടോ ഞാനിതിൽ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിലേക്ക് ഒരു പരിപ്പ് കറിക്ക് വേണ്ടിയിട്ട് 1/2 കപ്പ് അളവിൽ മസൂർ ദാൽ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഈ ഒരു ഓറഞ്ച് കളറിലുള്ള ഈ ഒരു പരിപ്പാണ് എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ പരിപ്പ് കറി വെക്കുന്ന ഒരു മഞ്ഞ കളറിലുള്ള ഒരു പരിപ്പ് എടുത്താലും മതി. പരിപ്പ് നല്ല പോലെ തന്നെ കഴുകി കുക്കറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3 പച്ചമുളകും 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇതുപോലെ കട്ട് ചെയ്തതും ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് 2 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് ഇതുപോലെ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒരു 3 വിസിൽ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആവിയൊക്കെ പോയിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം. നെയ്ച്ചോറിനായതുകൊണ്ട് തന്നെ പരിപ്പ് ഇതുപോലെ വേവിക്കുന്ന സമയത്ത് നല്ല ഉടഞ്ഞു പോകുന്ന ഒരു രീതിയിൽ തന്നെ ഞാൻ വേവിച്ചിട്ടെടുക്കാറുണ്ട്. ഇനി ഇതുപോലൊരു 1/4 കപ്പ് അളവിൽ തേങ്ങയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ തന്നെ കുറച്ച് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചിട്ടെടുക്കുക. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ഒരു തേങ്ങ അരച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. ഇതുപോലെ തേങ്ങയും ചേർത്ത് നല്ല പോലെ തന്നെ നമ്മൾ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് തന്നെ ഇളക്കി കൊടുത്താൽ മതി. ചെറിയതായിട്ട് ഇതൊന്ന് കുറുകി വരണം. ഒരുപാടങ്ങ് കുറുകി പോകണ്ട, കാരണം പരിപ്പ് കറി ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം നമ്മൾ വെക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി അതിരുന്നങ്ങ് കുറുകുന്നതായിരിക്കും. അപ്പോൾ അത്യാവശ്യം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നല്ല പോലെ തന്നെ ഇതിൽ നിന്ന് ആവി പോയി ഇതുപോലെ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ആദ്യമേ ചേർത്ത് കൊടുത്ത ഒരു ഉപ്പ് കറക്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുക്കാത്തത്. ഇനി ഇതുപോലൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു ഉള്ളി ഇതുപോലെ ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ ഇതിനൊന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഒരു ഉള്ളിയൊക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇത് നമുക്ക് ഈ ഒരു പരിപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയോ അല്ലെങ്കിൽ ഇതുപോലെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറിൻ്റെ കൂടി നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നോൺ വെജ് ആയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് സെർവ് ചെയ്യുന്നത് ചിക്കൻ ചുക്കയാണ് കേട്ടോ. ചിക്കന് പകരമായിട്ട് ബീഫ് റോസ്റ്റോ അല്ലെങ്കിൽ ബീഫ് കറിയൊക്കെ ആണെങ്കിൽ ഇതിലേക്ക് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ചുക്കയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം. ഈ ഒരു വീഡിയോയിൽ തന്നെ അതും കൂടി ചെയ്താൽ ഒരുപാട് അതങ്ങ് ലെങ്തി ആയി പോകും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വേറൊരു വീഡിയോ ആയിട്ട് ആ ഒരു റെസിപ്പി ചെയ്യുന്നത്. അടുത്തായിട്ട് നമുക്കിതിലേക്ക് ഒരു ക്യാബേജ് തോരനാണ് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ. ക്യാബേജ് തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് അത് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ക്യാബേജ് ഞാൻ കൊത്തി അരിഞ്ഞതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒരു 10-15 മിനിറ്റ് ഒന്ന് വെക്കും. എന്നിട്ട് നല്ല പോലെ തന്നെ പിഴിഞ്ഞതിൻ്റെ വെള്ളം മുഴുവനായിട്ട് കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ തോരൻ വെക്കാറ്. അങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും തന്നെ ആ ഒരു ക്യാബേജ് കുഴഞ്ഞു പോകത്തില്ല. ഇത് ചെറിയൊരു ക്യാബേജിൻ്റെ പകുതിയുള്ളൂ കേട്ടോ. ഈ ഒരു ക്യാബേജ് ആ ഒരു വെള്ളമൊക്കെ കളഞ്ഞ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് കൊത്തി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു മീഡിയം വലിപ്പമുള്ള ക്യാരറ്റിൻ്റെ ഒരു 1/4 ഭാഗം മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. ഇതൊരു 3-4 ഉള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ഒന്ന് ചതച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 പച്ചമുളക് ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കിതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു വറ്റൽമുളക് ഇതുപോലെ ഞാൻ കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കൈപ്പിടി തേങ്ങയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ക്യാബേജ് നമ്മൾ ഇതുപോലെ തോരൻ വെക്കുന്ന സമയത്ത് അത് അടച്ചു വെക്കാതിരിക്കുന്നതാണ് നല്ലത്. അടച്ചു വെക്കുന്ന സമയത്ത് അത് അങ്ങ് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ആവിയിൽ വെള്ളം വന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇളക്കിയിട്ടെടുക്കാം. ഇതുപോലെ തുറന്ന് വെച്ച് കൊടുത്തിട്ട് തന്നെ നല്ല പോലെ തന്നെ നമ്മൾ ഇളക്കി ഒന്ന് വേവിച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ കുഴഞ്ഞൊന്നും പോകാത്ത നമ്മുടെ ഒരു ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു പപ്പടം ഒന്ന് കാച്ചിട്ടെടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു ചിക്കൻ ഫ്രൈയും കൂടി ചെയ്യുന്നുണ്ട്. ഈ ഒരു ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ഒന്ന് നോക്കിയാൽ മതി.
അപ്പോൾ ചിക്കൻ നല്ലപോലെ തന്നെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ചട്ടി നെയ്ച്ചോറ് കഴിക്കുന്ന സമയത്ത് അവർ ചിക്കൻ മാത്രമായിട്ടല്ല സെർവ് ചെയ്യുന്നത്, ബീഫ് റോസ്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ബീഫ് കറി എന്തെങ്കിലും കാണും. അപ്പോൾ ഒരു ചിക്കൻ മാത്രമായിട്ടല്ലാതെ നിങ്ങൾക്ക് ഇതിലേക്ക് ബീഫ് റോസ്റ്റ് ആയിട്ടോ ബീഫ് കറിയൊക്കെ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ചിക്കൻ ചുക്കയും ഈ ഒരു ചിക്കൻ ഫ്രൈ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി നമ്മുടെ നെയ്ച്ചോറ് വെക്കാനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് 3 കപ്പ് അളവിൽ ജീരകശാല, നമ്മുടെ കൈമ റൈസ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 3 കപ്പ് അളവിൽ ജീരകശാല അരി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ തന്നെ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. എന്തൊരു 15 to 20 മിനിറ്റ് നമുക്ക് ഈ ഒരു അരി ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നെയ്ച്ചോറ് വെക്കാനായിട്ട് ഇതുപോലെ അടികട്ടിയുള്ളൊരു പാത്രം എടുക്കുക. ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു 3.5 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യുടെ അളവ് കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ കുറച്ചും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഒരു 1/4 കപ്പ് അളവിൽ കാഷ്നട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. കാഷ്നട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതങ്ങ് ഒരു മാറ്റിയേക്കാം. ഇനി നെയ്യിലേക്ക് ഇതുപോലെ 2 കറുവപ്പട്ടയും ഇതൊരു തക്കോലമാണ്, 10ഓളം ഏലക്കായും 7 ഗ്രാമ്പൂവും ഇതുപോലെ ചെറിയൊരു ബേ ലീവ്സും കൂടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ സവാളയുടെ പകുതി ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞ് നരിഞ്ഞിട്ടെടുത്താണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കുക. 1 മിനിറ്റോളം വീണ്ടും നല്ലപോലെ തന്നെ ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 3 കപ്പ് അളവിൽ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് അളവ് വെള്ളം എന്ന കണക്കിനാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 3 കപ്പ് അരിക്ക് നമുക്ക് 4.5 കപ്പ് അളവിൽ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 4.5 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ തന്നെ ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കുറച്ച് നാരങ്ങാനീര് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. അരി ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം നാരങ്ങാനീര് നമ്മൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതിൽ ഞാനിപ്പോൾ നെയ്ച്ചോറ് വെക്കുന്നത് അരി വറുത്തിട്ടല്ല. അരി വറുത്തിട്ടുള്ളൊരു നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അരി വറുത്ത് അങ്ങനെ നെയ്ച്ചോറ് വെക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റെസിപ്പി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ സാധാരണ അറിയാലോ, നമ്മൾ ആ ഒരു വെള്ളത്തിൽ കുറച്ച് ഉപ്പൊന്ന് മുന്നിട്ട് നിന്നാലേ അരി വെന്ത് വരുന്ന ഒരു സമയത്ത് കറക്റ്റ് ഒരു ഉപ്പ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നെയ്ച്ചോറ് വെക്കുന്ന സമയത്ത് ആ ഒരു നെയ്ച്ചോറിന് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ നമുക്ക് റോസ് വാട്ടർ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ 2-3 ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. സാധാരണ ഞാൻ നെയ്ച്ചോറ് വെക്കുന്ന ഒരു സമയത്ത് പൈനാപ്പിൾ എസൻസോ അല്ലെങ്കിൽ റോസ് വാട്ടറോ ഒന്നും ഒഴിച്ചു കൊടുക്കാറില്ല. പക്ഷേ എൻ്റെ അക്കച്ചി നെയ്ച്ചോറ് വെക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് റോസ് വാട്ടർ ഇതുപോലെ പൈനാപ്പിൾ എസൻസ് ഒക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. ആ ഒരു ചോറിന് കുറച്ചും കൂടി നല്ലൊരു രുചിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു വെള്ളത്തിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ ക്യാരറ്റ് ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു വെള്ളം നല്ലപോലെ തന്നെ ഒന്ന് തിളച്ച് വരണം. ഇതുപോലെ നല്ല വെട്ടി തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മളൊരു 20 മിനിറ്റോളം കുതിരാൻ വെച്ചിരുന്ന അരിയാണിത്. അതിൻ്റെ വെള്ളം എല്ലാം ഊറ്റിക്കളഞ്ഞ് നല്ലപോലെ തന്നെ വെള്ളം തുറന്നതിന് ശേഷം നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് തിളച്ച് കയറി വരുന്നിടം വരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. നല്ലപോലെ തന്നെ ഇതുപോലെ തിളച്ച് കയറി വരുമ്പോഴത്തേക്കുമാണ് ഇനി നമ്മൾ മൂടി വെച്ച് അടച്ച് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് തീ നല്ലപോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു 7-8 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് അരി വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റിന് ശേഷം ഇതുപോലെ തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. വീണ്ടും അടച്ച് വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു 3-4 മിനിറ്റ് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്ത് നമ്മളൊന്ന് വെച്ചാൽ മതി. അപ്പോൾ അരിയൊക്കെ ഇവിടെ നല്ല പോലെ തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ കുഴഞ്ഞും പോയിട്ടില്ല. ഞാനൊരു ചെറിയ സവാള ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സവാള ഫ്രൈ ചെയ്ത് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യമേ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ട് ഉണക്കമുന്തിരി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്തതും മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് തീ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് തന്നെ 1 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഒരു നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നെയ്ച്ചോറും കറികളും എല്ലാം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ചിക്കൻ ചുക്കയും അതുപോലെ തന്നെ പരിപ്പ് കറിയും നാരങ്ങ അച്ചാറും കൂടാതെ സലാഡും ഈ ഒരു ചിക്കൻ ഫ്രൈയും നമ്മൾ ചെയ്തിട്ടെടുത്ത ഒരു ക്യാബേജ് തോരനും അതുപോലെ തന്നെ ഞാനിതിലേക്ക് കുറച്ച് ചമ്മന്തിയും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഏത് ചട്ടിയാണ് നമ്മൾ എടുക്കുന്നത് ആ ഒരു ചട്ടിയിലേക്ക് കുറച്ച് നെയ്യ് ഇതുപോലെ ഒന്ന് ആദ്യം തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് ഇതുപോലെ കുറച്ച് നെയ്ച്ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പരിപ്പ് കറി ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി നെയ്ച്ചോറ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. നെയ്ച്ചോറ് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം കാണുമ്പോൾ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു സവാള കുറച്ച് ഫ്രൈ ചെയ്തതും മല്ലിയില എല്ലാം കൂടെ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള എല്ലാ കറികളും കുറച്ച് കുറച്ചായിട്ട് അതിൻ്റെ സൈഡിലായിട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ വേണമെങ്കിലും ചെയ്ത് നമുക്കൊന്ന് ദം ചെയ്തിട്ട് എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചട്ടിച്ചോറൊക്കെ ചെയ്യുന്ന പോലെ ആ ഒരു രീതിക്ക് വേണമെങ്കിലും ചെയ്യാനാണ് കേട്ടോ. ഞാൻ ഒരു ചിക്കൻ ചുക്കയുടെ ഒരു ഗ്രേവിയിൽ കുറച്ച് നെയ്ച്ചോറ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ലെയറായിട്ട് ആ ഒരു ഗ്രേവിയിൽ മിക്സ് ചെയ്ത ആ ഒരു ചോറാണ് കേട്ടോ ആദ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് വീണ്ടും കുറച്ച് നെയ്ച്ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള കറികളെല്ലാം ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ട് ഞാനിപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് ദം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കഴിക്കുന്ന സമയത്ത്. ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തൊന്ന് ചൂടായതിന് ശേഷം നമുക്കൊരു ചട്ടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ഒരു പാനിൻ്റെ മുകളിൽ ഒരു ചട്ടി കറക്റ്റായിട്ട് ഇരിക്കണമെങ്കിൽ ചെറിയ ഇതുപോലൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ ചട്ടി വെക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളൂ. എന്നിട്ട് നമ്മൾ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റോളം ആവി കയറ്റി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഞാനൊന്ന് ആവിയും കയറ്റി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു പപ്പടം കൂടെ വെച്ച് കൊടുത്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മളൊരു നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് ചട്ടിയിൽ ഇതുപോലെ സെർവ് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മളൊരു സാധാരണ ഒരു നെയ്ച്ചോറും കറികളൊക്കെ കൂട്ടി കഴിക്കുന്നതിനെക്കാട്ടിലും ചട്ടിയിൽ ഇതുപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴത്തേക്കും അതിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമ്മുടെ ഒരു ചട്ടി നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.